സമയം 1:47 പുലർച്ചെ 1:47 ഗൈസ്. എന്താണെന്നല്ലേ, എയർപോർട്ടിലോട്ട് പോവാണ്. കുട്ടിയും തിരിച്ചു വരുവാണ് ഗൈസ്. ഞാൻ എന്താണ്ട് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ ചേട്ടനെ. പുള്ളിയായിട്ടാണ് ഞാൻ എയർപോർട്ടിൽ പോകുന്നത്. സോ 2:30 അവർ ലാൻഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 2:10 അടുത്താണ് എയർപോർട്ട്. അടുത്ത് മീൻസ് കുറച്ച് 15 മിനിറ്റ് പോകണം. ഷാർജ എയർപോർട്ടിലാണ് അവരിന്ന് വരുന്നത്. ഓക്കെ, ഓൾറെഡി അത് ലാൻഡ് ആയിട്ടുണ്ട്. നമ്മൾ നല്ല ലേറ്റ് ആയി, ഞാൻ കരുതിയിട്ട് നേരത്തെ വരുമെന്ന്. സമയം 2:30. എപ്പോഴും ഷാർജയിൽ കണ്ടോ ആൾക്കാർ പോകുന്നുണ്ട്, ലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൾവേസ് ആക്റ്റീവാണ്. ഞാൻ എൻ്റെ ടാക്സി ചേട്ടനെ നോക്കി നിൽക്കുകയാണ്. ഇതുവരെ പുള്ളി വന്നില്ല. നമ്മൾ ഓൾമോസ്റ്റ് ലേറ്റാണ് ഇപ്പോൾ തന്നെ. ഞാൻ ഓവർ എക്സൈറ്റഡ് ആണ് അബീനെയും കുട്ടീനെയും കാണാൻ. അതിൻ്റെ കൂടെ ലേറ്റായി. അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇത് മഴ പെയ്യുന്നു, വെള്ളമൊക്കെ വീഴുന്നു. അമ്പോ, എൻ്റെ ആദപ്പനെ എനിക്ക് എടുത്തോളം വയ്യ. അമ്മമാർക്ക് ഇതിൽ ലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എത്രത്തോളം എക്സൈറ്റഡ് ആണ്. 15 ദിവസത്തിൽ എനിക്ക് 15 വർഷം പോലാണ്. ശരിക്ക് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഓവറായിട്ടൊക്കെ തോന്നും. പക്ഷെ അല്ല, എനിക്ക് സങ്കടം വരിക. കൂൾ കുറച്ച് മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യാ. ഓക്കെ, ഫൈനലി ചേട്ടൻ എന്താ വന്നു. ഞങ്ങൾ ഇതാണ്ട് എയർപോർട്ടിലോട്ട് പോവാം. ഇപ്പം തന്നെ എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അബീൻ്റെ ആണെങ്കിൽ സിമ്മ് കെട്ടാം. സോ എന്തായിരുന്നു അറിയാനും വയ്യ. കുട്ടീനെ എടുത്ത് ലഗേജായിട്ട് പുള്ളി അവിടെ പോസ്റ്റായിരിക്കും. ഇപ്പം തന്നെ 2:30 കഴിഞ്ഞു. ജസ്റ്റ് വന്നത് പുള്ളി എത്തിയിട്ട് 1/2 മണിക്കൂർ കൂടുതലായി. നല്ല പോസ്റ്റായിരിക്കും. ഇപ്പം എനിക്ക് കേൾക്കും കേട്ടോ. സോ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അബീനെ കുട്ടീനെ റിസീവ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ കലിപ്പായിരുന്നു. എൻ്റെ ചക്കര കിട്ടിയ ഇവരെ വരവിലെ അടുത്ത സന്തോഷമാണ് ഗൈസ്. ഇത് നല്ല പഴുത്ത ചക്കയും ചക്ക കൂട്ടാനും കൊഞ്ച് തീയിലും എന്തൊക്കെ എനിക്ക് അവർ കൊടുത്തേച്ചിരിക്കുന്നത് നോക്ക് നിങ്ങൾ. അങ്ങനെ വെളുപ്പിന് 3 മണിക്ക് ഞാൻ താണ്ട തുറന്നു വെച്ച് പഴുത്ത ചക്ക തിന്നുകയാണ്. ഈ വെളുപ്പിന് 3 മണിക്ക് എന്താകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വയറ് എന്നോട് എന്താ ചെയ്യാൻ പോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ താണ്ട ഞാൻ തുറന്നു വെച്ച് നല്ല ചക്കക്കൂട്ടാനും താണ്ട എന്താണിത് കൊഞ്ച് വറുത്തതും ചമ്മന്തിയും. എൻ്റെ പൊന്നോ, എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നോട് ഇത്ര സ്നേഹമോ, എന്തൊക്കെ എനിക്ക് കൊടുത്തയച്ചേക്കുന്നേ. സ്വർഗം മാമ സ്വർഗം. അങ്ങനെ എൻ്റെ അമ്മയുടെ കൊഞ്ചുതീയിലും കൂടെ അതിലോട്ട് ഒഴിച്ച്